ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാര്യ കോഹ്ലിക്കൊപ്പം മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടൻ ബാല. മുൻ ഭാര്യ എലിസബത്ത് ഗുരുതര ആരോപണങ്ങൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നടനെതിരെ ആരോപിച്ചിരുന്നു. അതിനുശേഷം വളരെ വിരളമായി മാത്രമേ ബാല മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. എലിസബത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ ബാലയും ഭാര്യയും തള്ളിക്കളയുകയാണ് ചെയ്തത്. നടൻ എലിസബത്തിന്റെ നിയമവഴിയിലൂടെ ഇപ്പോൾ എലിസബത്ത് നീങ്ങുന്നത്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയെ ആഭ്യന്തര കുരവായി കാണാനായി തിയേറ്ററിൽ എത്തിയപ്പോഴാണ് ജീവിതത്തിൽ പുതിയ വിശേഷങ്ങളെക്കുറിച്ച് നടൻ വാചാലനായത്. കയ്യിൽ വലിയൊരു സ്വർണ്ണക്കാപ്പ് നടൻ അണിഞ്ഞിരുന്നു. അമ്മയും ഭാര്യയും ചേർന്ന് തനിക്ക് തന്ന സമ്മാനമാണെന്ന സ്വർണ്ണക്കാപ്പിനെക്കുറിച്ച് സംസാരിക്കവേ നടൻ പറഞ്ഞത്, "സ്വർണ്ണവള ഗിഫ്റ്റ് തന്നെയാണ്. എൻ്റെ അമ്മ തന്ന ഗിഫ്റ്റാണ്. നല്ല വെയിറ്റുണ്ട്. ഇത് പിടിക്കണമെങ്കിൽ തന്നെ നല്ല വെയിറ്റ് വേണം. അമ്മയും കോകിലയും ചേർന്ന് തന്ന സർപ്രൈസാണെന്നും ബാല പറഞ്ഞു. ഇപ്പോഴത്തെ തൻ്റെ ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതാണെന്നും സിനിമയിലേക്ക് തിരികെ വരാനുള്ള തയ്യാറെടുപ്പിലാണ് നടനെന്നും ഇന്ത്യൻ സിനിമാഗാലറിക്ക് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. "ഞാൻ റേപ്പ് ചെയ്തു, തട്ടിപ്പ് നടത്തി എന്നിങ്ങനെ തുടർച്ചയായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്കും പ്രശ്നത്തിലേക്കും പോകുമെന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. ഞാനും കോഹ്ലിയും ഞങ്ങളുടേതായ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ ലൈഫിൽ മനോഹരമായ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. സന്തോഷത്തോടെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും തടി കൂടിയത്." ആദ്യമൊക്കെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. എന്നെക്കുറിച്ച് എന്താണോ ഇത്രത്തോളം കള്ളത്തരം പ്രചരിക്കുന്നതെന്ന് തോന്നലുണ്ടായിരുന്നു. ദിവസവും കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റായി മാറിയെന്ന് നടൻ പറഞ്ഞു. സിനിമാ പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നു. ചെന്നൈയിൽ എൻ്റെ ബിസിനസ് പ്രോജക്റ്റുകളെല്ലാം വൻ വിജയമായി. അതിൻ്റെ സന്തോഷത്തിൽ നന്നായി ഭക്ഷണം കഴിക്കുന്നു ഞാൻ. തടി കൂടി. പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഒരാഴ്ച ട്രെയിനിങ് എടുക്കുന്നുണ്ട്. തീർച്ചയായും സിനിമയിൽ തിരിച്ചു വരും. എൻ്റെ പൈസ ഉണ്ടാക്കിയാലും ബിസിനസ് ചെയ്താലും എൻ്റെ യജ്ഞം സിനിമയാണ്. മലയാളത്തിൽ ഞാൻ നല്ല പടങ്ങൾ ചെയ്യുകയാണ്. ഇനി അടുത്ത സിനിമ തമിഴിലാണോ വരാൻ പോകുന്നതെന്ന് പറയാനില്ല. പറഞ്ഞു പറഞ്ഞ് ഒന്നും നടക്കുന്നില്ല. വിജയിയുടെ കൂടെ അഭിനയിക്കുന്നുവെന്ന റൂമറോട് പ്രതികരിച്ചില്ല. ഒന്നും ഇപ്പോൾ പറയുന്നില്ല. നടക്കുമ്പോൾ നടക്കട്ടെ കാര്യങ്ങൾ. നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എത്ര പേർ അത് നല്ല മനസ്സോടെ എടുക്കുമെന്ന് നമുക്കറിയില്ല. അസൂയ ഉണ്ടാകും. മാത്രമല്ല അറ്റാക്കിംഗ് നടക്കുന്നുണ്ട്.